ഇന്നെൻ്റെ കൂടെയുള്ളത് ഹരിതയാണ്. മലപ്പുറമാണ് ലൊക്കേഷൻ. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ പങ്കെടുത്ത ഹരിതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് കേൾക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഹരിത? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സജീഷ് സാറിന് എല്ലാ ഗൈഡൻസും തന്നു. എനിക്ക് ഇനീഷ്യലി ഭയങ്കര പേടിയായിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്യാനെല്ലാം. കാരണം ഞാൻ ലൈസൻസ് എടുത്തത് ഏകദേശം ഒരു 8 years ബാക്ക് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ താമസം UK-യിലായിരുന്നു? ആ UK-യിലാണ് താമസം. അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്തായാലും വണ്ടിയൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് ഇത് സീരിയസ് ആയി എടുത്തിട്ട് എന്തായാലും ഡ്രൈവിംഗ് പഠിച്ചിട്ട് പോവാന്നുള്ള ആ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ അങ്ങനെയാണ് സജീഷ് സാറിനെ കോണ്ടാക്ട് ചെയ്തതും. അങ്ങനെ ഭാഗ്യവശാൽ സജീഷ് സാറിനെ കിട്ടി. പൊതുവെ പ്രീ ബുക്ക് ചെയ്ത് 3-4 months അതിൽ കൂടുതലൊക്കെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ താങ്ക്ഫുള്ളി എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. എൻ്റെ കസിൻ ആക്ച്വലി സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി സാറിനെ കോണ്ടാക്ട് ചെയ്ത് ത്രൂ ആണ് എനിക്ക് സാറിന്റെ കോണ്ടാക്ട് എല്ലാം കിട്ടിയത്. അപ്പോഴാണ് പെട്ടെന്ന് 2 days ഡേറ്റ് ഉണ്ടെന്നെല്ലാം പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, സാറിനെ ബുക്ക് ചെയ്തു. എന്തായാലും എനിക്ക് ഇപ്പം വളരെ കോൺഫിഡന്റ് ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായി. ഇനീഷ്യലി സാറിന് അറിയാമല്ലോ, ഞാൻ ആകെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഇപ്പം നല്ല കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡന്റ് ആയി ആക്ച്വലി. ഇനി USA-ലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, നമ്മളിപ്പോൾ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ സമയം ഏകദേശം 5 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നല്ല ചുരം പോലെയുള്ള റൂട്ടൊക്കെ പോയി, അതേപോലെയുള്ള നല്ല ട്രാഫിക് സിറ്റുവേഷനിലെടുത്തു. അപ്പം മുമ്പ് വിചാരിച്ചിരുന്നില്ലല്ലോ ഇങ്ങനെ പറ്റുന്നില്ല. കാരണം നമ്മളുടെ പുതിയ കാറായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് എടുക്കാൻ തന്നെ. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ കാർ ഓടിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ താങ്ക്സ് ടു യു. ഓക്കെ, വെൽക്കം. ടാറ്റ പഞ്ചാണ് പിന്നെ ഇവിടെ വെഹിക്കിള്. നമുക്ക് ആദ്യം ഓടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അതെല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് പുതിയ വണ്ടിയാകുമ്പോൾ കുറച്ചും കൂടി ടെൻഷൻ ഉണ്ടാവും. എവിടെയെങ്കിലും കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ. അപ്പോൾ ആ ഒരു പേടി, പിന്നെ ബാക്കി ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ സീറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിരുന്നു. സീറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ശരിക്കും പറയുകയാണെങ്കിൽ. കറക്റ്റ് ആ പൊസിഷൻ കിട്ടിയപ്പോ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയി. കാരണം ലോങ് റൂട്ടൊക്കെ പോകുമ്പോൾ സീറ്റ് കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഭയങ്കര സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ. പിന്നെ സാർ കുറെ ട്രിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെ സൈഡ് എത്ര എടുക്കണം, പിന്നെ അങ്ങനത്തെ കുറെ നാക്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തന്നതിനെ കൊണ്ട് കുറെയൊക്കെ സ്മൂത്ത് ആയിട്ടും ഒക്കെ ഓടിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി. ഇനിയിപ്പോ ഒറ്റക്കെടുത്ത് പോവാന്ന് ആയില്ലേ? ഓ ആയി. ആദ്യം ആ ഒരു പ്രശ്നം മെയിനായിട്ടുണ്ടായത്, അത് ഒറ്റക്കെടുത്ത് പോകണം എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒറ്റക്കെടുത്ത് പോകാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പം ഹാപ്പി അല്ലേ ഹരിത? ഓക്കെ, ഈ ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നതാണ് നോർമലി. അപ്പം ഇതേപോലെ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ 9400600735. ഇനി വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഹരിത? എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പം അങ്ങനത്തെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സജീഷ് സാറിനെ കോണ്ടാക്ട് ചെയ്യാം. കാരണം നിങ്ങളൊന്നും പേടിക്കണ്ട, ആള് ഫുൾ പറഞ്ഞു തന്ന് ഫുൾ കോൺഫിഡന്റ് ആക്കി തന്നോളും. ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ സാറിന്റെ അടുത്ത് പറയായിരുന്നു, സാറിനെ പോലെ ഒരാൾ ഉള്ളത് വളരെ നല്ലതാണ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞു എന്നോട്. വെച്ചാല് എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു എഞ്ചിനീയർ ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ ആരും സ്വതവേ വരാൻ ചാൻസ് ഇല്ല. ഞാനെങ്ങനെയോ ഇങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ ഒരു റൂട്ടിലേക്ക്. ഇപ്പം അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ലൈസൻസ് എടുത്തിട്ട് കയ്യിലുണ്ടായിട്ടും എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങളൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ കേട്ടോ. എന്നെ കോൺടാക്ട് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, നടക്കുന്നില്ല എന്നുള്ള കേസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. പക്ഷെ കുറച്ച് മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും, ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹരിതക്ക് ലക്കി കിട്ടിയാണ് ഡേറ്റ്. 2 days മുന്നേ എനിക്ക് കിട്ടി. ആകെ 2 ദിവസം എടുത്തുള്ളൂ എനിക്ക് വെയിറ്റിംഗ് പീരീഡ്. ബട്ട് അതിങ്ങനെ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. ബട്ട് എന്തോ ഭാഗ്യവശാൽ കിട്ടി. ആൾക്ക് പിന്നെ ഡേറ്റും ഇല്ല, പോവാണ്, നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഡേറ്റ് കിട്ടിയത്. അപ്പം എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എല്ലാവരും ഒന്നും ഫീഡ്ബാക്സ് തരുന്നില്ല. തരുന്ന ആളുകളുടെയൊക്കെ ഫീഡ്ബാക്സ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.